ഹലോ ക്യൂരീസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നല്ലേ? എന്നാൽ ദാ പിടിച്ചോ, ഇന്ന് നമ്മളൊരു അടിപൊളി സാരി നമ്മുടെ ഡാൻസ് കോസ്റ്റ്യൂമായിട്ട് മാറ്റാൻ പോവാം. വാ നോക്കിയാലോ. അപ്പം ഇതാണ് നമ്മൾ ഇന്ന് ഉടുക്കാൻ പോകുന്ന സാരി. അപ്പോൾ അതതിൻ്റെ ഫ്രണ്ട്, അത് ബാക്ക്, അതായത് പല്ലു, ലെഫ്റ്റ് ലെഗിൻ്റെ സൈഡിലേക്ക് പോകുന്ന പോർഷൻ. നമ്മൾ സാധാരണ സാരി മടക്കുന്ന പോലെ തന്നെ ഒരു സെൻറ്റർ പൊസിഷൻ വെച്ച് ഫുൾ ലെങ്ത്തിൽ നമ്മൾ ഈ സാരി ഇങ്ങനെയൊന്ന് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ആ പല്ലുവിൻ്റെ വശം ഏതാണെന്നോ അതിനേലും ലേശം എപ്പോഴും ചെറുതായിരിക്കണം നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന ആ ഭാഗം. സോ അതാണ് ഞാനവിടെ കാണിച്ചിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡ് എപ്പോഴും ലെസ് മെഷർമെൻറ്റിൽ എടുക്കുക, എന്നിട്ട് പല്ലുവിൻ്റെ സൈഡ് ഇച്ചിരി ഏറെ ഇടുക. അത് കഴിഞ്ഞ് നിങ്ങൾ അവിടെ തൊട്ട് താഴേക്ക് നിങ്ങളുടെ സാരി കറക്റ്റ് മിഡിൽ പൊസിഷൻ നോക്കി എടുക്കുക. അപ്പോൾ ഇതൊരു സിൽക്ക് സാരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ സെൻറ്റർ പൊസിഷൻ. ഇനി ഈ സെൻറ്റർ പൊസിഷനിൽ നിന്ന് നമ്മൾ ആ സാരി അങ്ങ് വിടർത്തുക. അതായത് രണ്ട് സൈഡ് സെപ്പറേറ്റ് ചെയ്ത് നേരെ ഗ്രൗണ്ടിലേക്ക് പ്ലേസ് ചെയ്ത്, ഇത് വളരെ ഒരു സിമ്പിൾ മെത്തേഡാണ്. എന്നിട്ട് ടപ്പേ എന്ന് പറഞ്ഞ് നിൽക്കുക. ഇനി നിങ്ങൾ അവിടെ നിന്ന് ആ സാരി എടുത്തിട്ട് എപ്പോഴും ഓർക്കുക, നമ്മുടെ ആ സെൻറ്റർ നോട്ട് നമ്മൾ കെട്ടുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വളരെ ടൈറ്റായിട്ട് തന്നെ കെട്ടണം. ബിക്കോസ് നമ്മുടെ ഹോൾ ഡ്രാപ്പ്, സാരി ഡ്രൈപ്പ് എന്ന് പറയുന്നത് ആ ഒരു ഒറ്റ നോട്ടിലായിരിക്കും നിൽക്കാൻ പോകുന്നത്. ഇനി നമ്മുടെ ലെഫ്റ്റ് ലെഗിൻ്റെ അടിവശത്തേക്ക് പോകേണ്ട ഭാഗമാണ് ഇത്. ഇങ്ങനെ എടുത്തിട്ട് നേരെ നിങ്ങൾ അതിൻ്റെ അറ്റം ശ്രദ്ധിച്ച് ബാക്കിലേക്ക് നിങ്ങൾ ആ അറ്റം ഒന്ന് ടക്കിൻ ചെയ്യണം. ഇതിപ്പോൾ ഈ സാരിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടെ ഈ ബ്ലൗസ് മെറ്റീരിയൽ ഒന്നും വെട്ടിയിട്ടില്ല. ഡാൻസ് കോസ്റ്റ്യൂമായിട്ട് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അതിൻ്റെ ബ്ലൗസ് പീസ് വെട്ടാണ്ടിരിക്കുക. ഇത് ബാക്കിലേക്ക് ടക്കിൻ ചെയ്തതിന് ശേഷം സാരി ഈ രീതിയിൽ ഫോൾഡ് ചെയ്തിട്ട് കണ്ടോ, അതുപോലെ വരണേ, ഒരു മടക്ക് വരണം. മടക്കിയിട്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് നല്ലപോലെ ഫ്ലീറ്റ്സ് എടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ലെങ്ത്ത്, നിങ്ങളുടെ ബോഡി വിഡ്ത്ത് അനുസരിച്ച് നിങ്ങൾക്ക് ഫ്ലീറ്റ്സ് കിട്ടും. ആ ഫ്ലീറ്റ് എടുത്തിട്ട് അതേപോലെ ടക്കിൻ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ കൈ കൊണ്ട് പയ്യെ ആ ഫ്ലീറ്റുകൾ ഒന്ന് സെറ്റിൽ ചെയ്യുക. ഇനി നമ്മുടെ റൈറ്റ് സൈഡാണ്. റൈറ്റ് സൈഡ് കാലിൻ്റെ ഇടയിൽ കൂടെ ബാക്കിൽ കൂടെ ഇട്ടിട്ട് അവിടെയും നമ്മൾ ചെയ്യേണ്ട സെയിം ആണ്. അതിൻ്റെ ആ ബോർഡർ ലൈൻ വളരെ ശ്രദ്ധയോടെ ബോർഡർ ലൈൻ എടുക്കുക. എന്നിട്ട് ബാക്കിലേക്ക് നല്ല വൃത്തിയായിട്ട് ടക്കിൻ ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളുടെ ഫ്രണ്ടിലെ നോട്ട് ടൈറ്റായിട്ട് കെട്ടണം. അപ്പം നമുക്കെല്ലാം കറക്റ്റായിട്ട് കിട്ടും. ഇനി നമ്മൾ അടുത്ത ചെയ്യാൻ പോണേന്ന് പറഞ്ഞാൽ, ആസ് യൂഷ്വൽ നമ്മുടെ സാരിയുടെ ഫ്ലീറ്റ്സ് എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഫ്ലീറ്റ്സ് എടുക്കുകയാണ്. നിങ്ങൾക്ക് ഫ്ലീറ്റ്സ് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ എൻ്റെ പഴയ വീഡിയോയിലുണ്ട് എങ്ങനെ ഫ്ലീറ്റ്സ് നമുക്ക് പെട്ടെന്ന് എടുക്കാം, ഒരു കബേർഡിലൊക്കെ വെച്ച് എങ്ങനെ പെട്ടെന്ന് എടുക്കാം എന്നുള്ളത്. അത് പോയി കാണുക. അതൊക്കെ കണ്ടു കഴിയുമ്പോൾ വളരെ എളുപ്പമായിട്ട് തോന്നും. അത് കഴിഞ്ഞ് ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ഫ്ലീറ്റ്സ് വൃത്തിയാക്കി ഒന്ന് പിടിക്കുക. അപ്പോൾ എൻ്റെ ഫ്ലീറ്റ്സ് ഞാൻ കംപ്ലീറ്റ്ലി റെഡിയാക്കി. ഇനി നമ്മൾ മോൾ ഭാഗത്തേക്ക് ആ ഷോൾഡർ സൈഡിൽ പിന്നെ കുത്തുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനത് അങ്ങനെ റെഡിയാക്കിയതിന് കാരണം എന്ന് പറഞ്ഞാൽ, നമുക്ക് വട്ടം ചുറ്റേണ്ട ഒരു ആവശ്യമുള്ളത് കൊണ്ടാണ് വൃത്തിയായിട്ട് ഫ്ലീറ്റ്സ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ? ഇനി നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ ഒരു പിന്നെ കുത്തുക. അപ്പം അവിടെ കുത്തുമ്പോഴാണേലും നിങ്ങളുടെ സാരി കണ്ടമാനം ഞാൻ പറയത്തില്ല, നിങ്ങൾ കണ്ടമാനം അവിടെ ഞാൻ ഇച്ചിരി ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ സിമ്പിളാണ്. എന്നോട് പലവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്നെ ആരാണ് കോസ്റ്റ്യൂം ഉടുപ്പിക്കണേന്നൊക്കെ. കണ്ടില്ലേ? അപ്പം നമ്മുടെ പല്ലു കണ്ടില്ലേ? ഞാൻ അങ്ങനെ വൃത്തിയാക്കി വെച്ചതിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ പല്ലുവിലൊക്കെ നമുക്ക് 2-3 പിന്ന് കുത്താം. എന്നിട്ട് ബോർഡർ നല്ല വൃത്തിയായിട്ട് വട്ടം ചുറ്റാൻ വേണ്ടിയാണ് അതങ്ങനെ ചെയ്തത്. അപ്പം അങ്ങനെ ഫ്രണ്ടിലേക്ക് നമ്മൾ എടുത്തു കഴിയുമ്പം നമ്മുടെ ആ ഷോൾഡർ സൈഡിലേക്ക് പോയിരിക്കുന്ന ഫ്ലീറ്റ്സ് എല്ലാം ഒന്ന് ക്ലീനാക്കി വെക്കുക. ക്ലീനാക്കി വെച്ചതിന് ശേഷം നമ്മുടെ ചുറ്റും പല്ലു നല്ല വൃത്തിയായിട്ട് തന്നെ വലിച്ച് മുറുക്കി കെട്ടുക. എന്നിട്ട് അകത്തേക്ക് ടക്കിൻ ചെയ്യുക. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുമ്പം വേണമെങ്കിൽ അതിൻ്റെ അറ്റത്ത് ആവശ്യമുള്ളവർക്ക് ഒരു പിന്ന് കുത്താവുന്നതാണ്.
ഇതാ നമ്മുടെ ഈ പിന്ന് നമ്മുടെ ലെഫ്റ്റും റൈറ്റും ആയിട്ടുള്ള അവിടെ ആ ഫ്ലീറ്റിൻ്റെ അതായത് ബോർഡറിൽ ഒന്ന് പിൻ ചെയ്യുക. സാരി കീറത്തൊന്നുമില്ല, കാരണം നമ്മൾ ആവശ്യത്തിനുള്ള ഫ്ലീറ്റ്സ് ഇട്ടിട്ടുണ്ട്. നമ്മൾ സ്ട്രെച്ചസ് ചെയ്താലും ആ ഫ്ലീറ്റ്സ് ആയിരിക്കും വിരിഞ്ഞ് വരുന്നത്. ഇതുപോലെ നല്ല വൃത്തിയായിട്ട് നമ്മുടെ കോസ്റ്റ്യൂം നിമിഷ നേരം കൊണ്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റും. കണ്ടോ, നല്ല രസമില്ലേ കാണാൻ? ഒരു അരപ്പട്ടവും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കോസ്റ്റ്യൂം പെർഫെക്റ്റായി. ജ്വല്ലറീസ് ഇടാൻ മറക്കില്ല കേട്ടോ. ജ്വല്ലറീസ് നമുക്കറിയാം, ഞാൻ പക്ഷേ ഇവിടെ സാരി ഡ്രാപ്പിംഗ് വീഡിയോ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ മറ്റ് ജ്വല്ലറീസ് ഒന്നും ഇടാണ്ട് നമ്മുടെ അരപ്പട്ടത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതുപോലെ നല്ല സിമ്പിളായിട്ട് നിങ്ങൾക്കും ഉടുക്കാം നിങ്ങളുടെ വീട്ടിൽ.